KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞ് മലയാളിയുടെ ക്ഷമയെ പരീക്ഷിക്കുന്നവർ കുംഭകോണത്തിന്റെ വക്താക്കളായി നിൽക്കുകയാണ്. രാഷ്ട്രീയത്തെ മൂല്യവത്താക്കി മാറ്റാൻ കോൺഗ്രസിന്റെ ഈ അഴിമതിക്കെതിരായി, കുംഭകോണത്തിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന അഭ്യർത്ഥനയാണ് നിങ്ങളിലൂടെ എനിക്ക് നടത്താനുള്ളത്. ഇത്രയുമാണ് പറയുന്നത്. ഈ ചോദ്യത്തിന്റെ തന്നെ ഒരു തകരാറ്, നിങ്ങളുടെ അല്ല, കോൺഗ്രസിന്റെ ചോദ്യത്തിന്റെ തകരാറ്, കേരളത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ഹൃദയശൂന്യമായ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അത് പിടിക്കപ്പെട്ട്, കയ്യോടെ പിടിക്കപ്പെട്ട് അപമാനിതരായി നിൽക്കുന്ന സമയത്ത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യത്തിന്റെ മറുപടി മറ്റൊരു ചോദ്യമല്ല. കേരളം മുഴുവൻ ചോദിക്കുന്നു, വയനാട്ടിൽ എത്ര തുക പിരിച്ചു, ഏത് അക്കൗണ്ടിലാണ് ആ പണം ഉള്ളത്? ചോദിക്കാൻ കാരണം എന്താണ്? പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല. വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് വാസയോഗ്യമല്ലെന്ന് പരാതിയുള്ള ഒരു സ്ഥലം, അത് 3 ഏക്കർ എന്നോ കേട്ടത്. 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല അത് കേട്ടിട്ട്? 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം, അതൊരു ലോകാത്ഭുതമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഒരു കല്ലിടൽ മാമാങ്കം നടത്തുന്നു, ഒരൊറ്റ വീട് അവിടെ നിർമ്മിക്കാൻ പോകുന്നില്ല. ഈ ഘട്ടത്തിലാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയണം. അതിന് പകരം നിങ്ങളുടെ കണക്ക് എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ മറുപടി പറയാം. പക്ഷെ ഈ ചോദ്യത്തിന്റെ മറുപടി ആ ചോദ്യമാണോ? രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സംസ്കാരമല്ല CPIM-നുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് ഇന്നോളം പിരിച്ചിട്ടുള്ള പണം മോഷ്ടിച്ച ചരിത്രമേ ഉള്ളൂ. അത് KA ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, CM സ്റ്റീഫൻ, ഒടുവിൽ K കരുണാകരൻ വരെ 4 വട്ടം പിരിച്ചില്ലേ K കരുണാകരന്റെ സ്മാരകം ഉണ്ടാക്കാൻ പൈസ? വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയോടെങ്കിലും നിങ്ങൾ ചോദിക്കണ്ടേ ആ കാശ് എവിടെ പോയി എന്ന്? പിരിച്ച പണം മുഴുവൻ മോഷ്ടിക്കുകയാണ് അവര്. ആ അനുഭവത്തിൽ നിന്നാണ് അവർ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പയ്യന്നൂരിലെ ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട് സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ, രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരണ വകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല. ആ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക, കുടുംബാംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ സംരക്ഷിക്കാൻ ചെലവഴിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുക, ആ കേസ് കുറ്റമറ്റ രൂപത്തിൽ നടത്തുക, അതുമായി ബന്ധപ്പെട്ട മറ്റു സംഭവങ്ങളിലെ കേസുകൾ, ആ കേസ് നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുൻപിലുള്ളത്. ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ധനരാജിന്റെ കുടുംബം അവിടെ ഉണ്ട് പയ്യന്നൂര്. നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, അവരോടൊന്ന് ചോദിക്കണം. അവർ പറയും ഈ രക്തസാക്ഷി ഫണ്ട് സമാഹരിച്ചതിന്റെ ഭാഗമായി പാർട്ടി എങ്ങനെ അത് ചെലവഴിച്ചു, അവരോട് നീതി പുലർത്തിയോ, എന്താണ് അവരുടെ അഭിപ്രായം? കോൺഗ്രസിന്റെ ജൽപ്പനങ്ങളെ ചവിട്ടിയരച്ചു കളയുന്ന പുല്ലുപോലെ ആ കുടുംബം അവഗണിക്കും. ഒരൊറ്റ ഉറുപ്പിക വകമാറില്ല. ഇപ്പോ അർത്ഥരഹിതമായ ബഹളം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ഥാനമോഹിയായിട്ടുള്ള ഒരാൾ പാർട്ടിക്ക് പുറത്തു വന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോൾ അയാൾ പറയുന്ന കളവല്ലേ, പച്ച കള്ളമല്ലേ പറയുന്നത്? ഇന്നലെ ഒരു ബാങ്ക് അക്കൗണ്ട് പുറത്തു വിട്ടു. ആ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അക്കൗണ്ടാണ്. എന്നിട്ട് പറയുകയാണ് വ്യക്തിപരമായ അക്കൗണ്ടാണെന്ന്. ഇങ്ങനെ പറയുന്ന കളവുകൾ അല്പായുസുകളായി അപഹാസ്യമായി പോകും. കേരളത്തിൽ എവിടെയായിരുന്നാലും CPIM ഏതാവശ്യത്തിന് വേണ്ടി പണം പിരിച്ചുവോ ആ ആവശ്യത്തിനല്ലാതെ അണാപ്പൈ വകമാറ്റുന്ന പ്രശ്നമേയില്ല. കോൺഗ്രസ് ആയിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്തണ്ട. അതാണ് അവർക്കുള്ള മറുപടി. ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി പറയട്ടെ. പറഞ്ഞാൽ പോരെ? ആദ്യം പറഞ്ഞല്ലോ, എന്റെയും
KPCC പ്രസിഡന്റിന്റെയും പേരിൽ സംയുക്ത അക്കൗണ്ട് പറഞ്ഞില്ലേ? ആ പ്രസ്താവനയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുമോ? ആ അക്കൗണ്ടിൽ ഉണ്ടോ? ആ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? എന്തിന് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടി, ഞങ്ങൾ 230 വീട് നിർമ്മിക്കാൻ പോകുന്നു പറഞ്ഞാ പോരെ? ഏത് അതിൽ മൗലികമായ വ്യത്യാസം പറയാം. പുറത്തുവിടുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്തുവിടേണ്ടതല്ല. ഒന്ന്, പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും മാത്രം ശേഖരിച്ച പണമാണത്. ഈ ആവശ്യത്തിന് വേണ്ടി ആ ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ഘട്ടം കഴിഞ്ഞു. ബാക്കി ചെലവുകൾ ഇനിയുണ്ട്. ഏത്? കേസിന്റെ ചെലവുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതെല്ലാം അതത് സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾ ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. രക്തസാക്ഷി ഫണ്ടുകൾ പിരിക്കുമ്പോൾ ഏത് ഘടകമാണോ പിരിവിന് ആഹ്വാനം ചെയ്യുന്നത് ആ ഘടകം കണക്കുകൾ പരിശോധിച്ച് അവസാനിപ്പിക്കുകയും തൊട്ടു മുകളിലുള്ള ഘടകത്തിന് അത് കൈമാറുകയും ചെയ്യുക എന്നതാണ് പാർട്ടി രീതി. ആ രീതി തന്നെയാണ് തുടരുന്നത്. വ്യാജമായ ആരോപണങ്ങളുടെ മുന്നിൽ അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കും. പക്ഷേ കോൺഗ്രസ് പിരിച്ചത് കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്നുള്ള പൈസ മാത്രമല്ല, പിരിച്ചത് അവരുടെ ഏതെങ്കിലും ഒരാൾക്ക് സ്മാരകം പണിയാനല്ല. ഞാൻ പറഞ്ഞല്ലോ, ലീലാ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, KA ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, CM സ്റ്റീഫന്റെയോ കരുണാകരന്റെയോ പനമ്പിള്ളിയുടെയോ എനിക്കറിയണ്ട. വയനാട് അറിയണം. അത് ഈ നാട്ടിലുണ്ടായ ദുരന്തമാണ്. മൃതശരീരങ്ങൾ കാണിച്ച് കാശ് വാങ്ങിയതാണ്. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ്. വീടിന് തറയിട്ടിട്ടില്ല, ഉണ്ടാക്കാൻ പരിപാടിയുമില്ല. അതാണ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളുടേത് സുതാര്യമാണ്. ഏത് സമയത്തും അത് സംബന്ധിച്ച് ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞങ്ങൾക്കാവുകയും ചെയ്യും. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അഞ്ചാം പത്തിയായി ഒറ്റുകാരനായി മാറിയ ഒരാൾ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനനുസരിച്ച് പോകുന്ന പാർട്ടിയല്ല. അത്രയാണ് പറയാനുള്ളത്. ശുദ്ധ അസംബന്ധമല്ലേ? CPIM-നെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും അങ്ങനെ പറയൂ? ഒന്നുകിൽ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് CPIM-നെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഒന്ന് കൊഴുപ്പിക്കാൻ ഒരു വാർത്ത ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. ഞങ്ങളെല്ലാം ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. പൊതുവായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ മാഷ് വാർത്താ സമ്മേളനം നടത്തിയില്ലേ? ഇല്ലേ? അല്ല, ഞാൻ പറയുന്നത് എന്റെ അറിവിൽ മാഷ് വാർത്താ സമ്മേളനം നടത്തി. ഈ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായല്ലോ. ഇവരെല്ലാം തിരക്കിട്ട പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൗകര്യം പോലെ വാർത്താ സമ്മേളനം നടത്തും, മാധ്യമങ്ങളെ കാണും, അവരുമായി പ്രതികരിക്കും. ഇപ്പൊ ഒരു ദിവസം മാധ്യമങ്ങളെ കണ്ടു, അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. അന്ന് പിന്നെ വേറൊരു വാർത്താ സമ്മേളനം നടത്തണം എന്നുണ്ടോ? അങ്ങനെയില്ല.